വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കൂപ്പള്ളി ഇടവകയെ സംബന്ധിച്ച് ദൈവജനത്തിന് പ്രിയപ്പെട്ട വികാരിയച്ഛൻ, കൊച്ചച്ഛൻ, മറ്റുള്ളവരെല്ലാം വളരെ ശ്രേഷ്ഠതയോടെ ഇന്നേ ദിവസത്തെ ഉറ്റുനോക്കി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ്കൻ കൺവെൻഷൻ സഭ ഇന്ന് ഏറെ അഭിമാന പുളകിതയാവുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ദൈവം ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്ത് ദൈവജനത്തിന് വേണ്ടി വേല ചെയ്യാൻ അയക്കപ്പെടുമ്പോ അത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. അത് 25 വർഷക്കാലം ഏറ്റവും വിശ്വസ്തയോടെ, ഗരിമയോടെ, അതിന്റെ എല്ലാ ചൈതന്യത്തോടും വിശുദ്ധിയോടും കൂടി ജീവിച്ച ഒരു മനുഷ്യനോടൊപ്പം ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലെ ഈ ആനന്ദം അനുഭവിക്കാൻ കഴിയണം. 2001 ആഗസ്റ്റ് 8-ാം തീയതി പുണ്യസ്മരണാർഹനായ വിധേയത്തി പിതാവിന്റെ കയ്യിൽ നിന്നാണ് കൈവപ്പ് ശുശ്രൂഷ വഴി അച്ഛൻ പൗരോഹിത്യ പട്ടത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇത് ദൈവ മഹത്വം ആഘോഷിക്കാനുള്ള ഒരു ദിവസമാണ്. അച്ഛനെ കുറിച്ച് പറയുമ്പോ ഒരു കൺവെൻഷൻ വൈദിക സഹോദരൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ലോകത്തിന്റെ അതിർത്തികളോളം ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാനുള്ള വലിയ ആഹ്വാനമാണ് ശിഷ്യന്മാർക്ക് ദൈവം നൽകിയത്. അച്ഛൻ അക്ഷരാർത്ഥത്തിൽ ഈ ദൈവവചനം പൂർത്തിയാക്കാനുള്ള ഭാഗ്യം ലഭിച്ച വളരെ കുറച്ച് വ്യക്തികളിൽ ഒരാളാണ്. കാരണം ലോക്കൽ തലത്തില് അനേകം സഹോദരങ്ങൾ 25 വർഷക്കാലം ദൈവത്തെ പറഞ്ഞുകൊടുത്ത് പൗരോഹിത്യത്തിലേക്ക് അവരെ രൂപവത്കരിച്ചതിന്റെ വലിയ ചൈതന്യം അച്ഛന്റെ പുറകിലുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഇനി നാഷണൽ തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 4 വർഷക്കാലം, ഇതിനു മുൻപ് അച്ഛൻ കോൾബയിലേക്ക്, ആലുവയിലേക്ക് വരുന്നതിന് മുൻപ് 4 വർഷക്കാലം അച്ഛൻ ആന്ധ്രയില് ഡെലഗേറ്റ് ആയിരുന്നു. റോമില് ഒത്തിരി വർഷക്കാലം അച്ഛൻ വളരെ ചുരുക്കം വൈദികർക്കാണ് ഫ്രാൻസിസ്കൻ കൺവെൻഷൻ സഭയിൽ, പ്രത്യേകിച്ച് ഭാരതത്തിൽ നിന്ന് ജനറൽ കൂരിയയില് ജോലി ചെയ്യുവാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. അച്ഛൻ ഫോർമേഷന്റെ സെക്രട്ടറി ആയിട്ട് ഒരുപാട് രാജ്യങ്ങളില്, ലോകത്തിന്റെ അതിർത്തികളില് വചനം പ്രഘോഷിക്കാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 17-ാം വാക്യമാണ്. കാട്ടൊലിവിനെ ചെത്തിയെടുത്ത് നാട്ടൊലിവിനെ ചേർത്ത് വെച്ച് ജീവരസം നൽകിയാണ് എന്റെ പൗരോഹിത്യത്തെ ദൈവം വളർത്തിയത്. അയോഗ്യനും ബലഹീനനുമായ കാട്ടൊലിവെന്ന ഞാന് നാട്ടൊലിവിനെ വെച്ചു ചേർത്ത് ജീവരസം നൽകിയാണ് കർത്താവിനെ വളർത്തിയത് എന്ന് എളിമയോടെ അച്ഛൻ പറയാറുണ്ട്. നമ്മൾ ഒരു മനുഷ്യനേക്ക് മനസ്സിലാക്കുക അവന്റെ ജീവിത ദർശനം കൊണ്ടാണ്. ആരും ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ ഈ ഒരു ദർശനമുണ്ട്, ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. അവൻ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചാണ് അവൻ ജീവിതത്തിൽ ഒരു പ്രത്യേക ദർശനം, ദൈവത്തെക്കുറിച്ച്, മനുഷ്യനെ കുറിച്ച്, പ്രബന്ധത്തെ കുറിച്ച് അവന്റെ ഉള്ളിൽ ഒരു ദർശനമുണ്ട്. ഇതിവിടെ ഇരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ദർശനം എത്രത്തോളം ശ്രേഷ്ഠമാകുന്നുവോ അതിനനുസരിച്ചാണ് ആ ജീവിതത്തിന്റെ മൂല്യം. ആ ജീവിതം അർത്ഥവത്തായി തീരുന്നത് ഇവന്റെ ഉള്ളിലുള്ള ദർശനത്തിന്റെ ശ്രേഷ്ഠതയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 3 വർഷക്കാലം ഞാൻ അച്ഛനോടൊപ്പം ജീവിക്കുകയായിരുന്നു, ഒരു സഹപ്രവർത്തകനായിട്ട്, ഒരു സഹോദരനായിട്ട്. 4 വർഷക്കാലം ഞാൻ അച്ഛന്റെ ശിഷ്യനായിരുന്നു. അച്ഛനാണ് തിയോളജി കാലഘട്ടത്തില് എന്റെ ഫോർമേഷനിൽ സഹായിച്ചു. അപ്പോ അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങള്, അച്ഛൻ പകർന്നു തന്ന ജീവിത മാതൃകള്,
അച്ഛന്റെ പഠനങ്ങള്, അച്ഛന്റെ പ്രാർത്ഥനകള്, അച്ഛൻ കാണിച്ചു തന്ന ജീവിത മൂല്യങ്ങള് ഈ 4-3-7 വർഷം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വളരെ കുറച്ച് മാത്രം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാമെന്ന് എളിമയോടെ ഞാൻ സമ്മതിക്കുകയാണ്. ഒരു 20% അച്ഛൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ ജീവിതത്തിന്റെ ശ്രേഷ്ഠത നിങ്ങളുടെ മനസ്സിലും കുറച്ചുകൂടി തെളിമയുള്ളതായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛന്റെ ഒരു ദൈവ ദർശനത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്. അത് അച്ഛന്റെ ഈ വാട്സാപ്പിലുള്ള പ്രൊഫൈൽ പിക്ചർ നോക്കി നമുക്ക് മനസ്സിലാകും, അച്ഛന്റെ ഇൻവിറ്റേഷൻ കാർഡ് നോക്കി നമുക്ക് മനസ്സിലാകും. അതിലൊക്കെ ക്രിസ്തുവിനോട് ചേർത്ത് വെക്കുന്ന ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛന്റെ മുഖം അവിടെയുണ്ട്. അച്ഛനെ ഒരിക്കലും നമുക്കൊരു ഒറ്റയ്ക്ക് കാണാനായിട്ട് പറ്റില്ല. അച്ഛനോടൊപ്പം ക്രിസ്തുവുണ്ട്. ഇതൊരു പൗരോഹിത്യ ജീവിതത്തിന്റെ വലിയൊരു ഉൾക്കാഴ്ചയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഇത് തത്താനിയാസിന്റെ വാക്കുകളിലൂടെയാണ് അച്ഛന്റെ ദൈവസങ്കല്പത്തെ, ക്രിസ്തു സങ്കല്പത്തെ പറഞ്ഞു വെക്കുന്നത്. God became man, so man become God. ദൈവം മനുഷ്യനായി തീർന്നു. അത് മനുഷ്യനെ ദൈവമാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം മനുഷ്യനായി തീർന്നത് മനുഷ്യനെ ദൈവമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, അച്ഛന്റെ ജീവിതത്തിന് ദൈവദർശനം അപരിമേയമായ ആകാശങ്ങളിൽ ഇരിക്കുന്ന ഈ സൃഷ്ടി ജാലത്തിന്റെ എല്ലാം വളരെ വലിയൊരു ദൈവത്തെയല്ല അച്ഛൻ കാണാൻ ഉദ്ദേശിക്കുന്നത്. ആ ദൈവത്തെ അച്ഛൻ അടുത്തു കാണാൻ കൂടെ നടക്കുന്ന ഒരു ദൈവമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് പൗരോഹിത്യം ജീവിക്കുന്ന നമുക്കെല്ലാം വലിയ പാഠമാണ്. കാരണം ദൈവത്തെ നമ്മള് അവിടെയും എവിടെയും അന്വേഷിക്കാതെ സ്വന്തം ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. ഈ വാക്കുകള് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞവനാണ് ഓരോ പുരോഹിതൻ. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞവനാണ് ഓരോ പുരോഹിതനും. ഓരോ പുരോഹിതന്റെയും ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഈ കയ്യൊപ്പ് ദൈവമാണെന്ന് ആ കാഴ്ചപ്പാടാണ് അച്ഛൻ വെച്ച് പുലർത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലും ഉള്ള ഈ ദൈവത്തിന്റെ വലിയ സ്പന്ദനം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമ്പോഴേ നമ്മുടെ ജീവിതം അർത്ഥവത്തായിട്ട് മാറും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അച്ഛൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, അച്ഛന്റെ ജീവിതം കൊണ്ട് നമുക്ക് മുൻപിൽ വരച്ചു വെക്കുന്ന ഒരു കാര്യം, ഒരു പുരോഹിതൻ തന്റെ വിജയം അളക്കുന്നത് എത്ര പേർ അദ്ദേഹത്തെ ഓർത്തിരിക്കുന്നു എന്നതിലല്ല, എത്ര പേർ അദ്ദേഹത്തിന്റെ പണികളെ കുറിച്ച്, അദ്ദേഹം കെട്ടിപ്പൊക്കിയ നിർമ്മാണങ്ങളെ കുറിച്ച് ഓർത്തിരിക്കുന്നതല്ല ഒരച്ഛന്റെ ജീവിതം. ഒരച്ഛന്റെ ജീവിതം അർത്ഥവത്തായി തീരുന്നത്, മൂല്യമുള്ളതായി തീരുന്നത് എപ്പോഴാണോ ഈ അച്ഛനെ കാണുമ്പോൾ ഈ അച്ഛനിലൂടെ ക്രിസ്തുവിന്റെ മുഖം ദർശിക്കാൻ സാധിക്കുന്നത്, അപ്പോഴാണെന്നാണ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. കാരണം പതിയെ പതിയെ ക്രിസ്തുവിനെ മനനം ചെയ്തും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ക്രിസ്തുവിന്റെ മുഖം നിന്നിലൂടെ ഈ ലോകത്തിന് വെളിപ്പെടുമ്പോഴാണ് ക്രിസ്തു നിന്നിൽ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, അടുത്തത് അച്ഛന്റെ മനുഷ്യ ദർശനം. ശാസ്ത്രാപിതാവ് ഇങ്ങനെ പറഞ്ഞു വെക്കും: ആത്മീയത എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് ഉയർത്തുന്ന കൈകളും സഹോദരങ്ങളിലേക്ക് നീട്ടുന്ന കൈകളുമാണ്. അച്ഛന്റെ വാക്കുകളിൽ പറയുമ്പോൾ അതെങ്ങനെയാണ്? മാനവ സേവയാണ് മാധവ സേവ. സഹോദരങ്ങളിലേക്ക് തിരിയാത്തതൊന്നും ദൈവീകമല്ല, സഹോദരങ്ങളെ സഹായിക്കാത്തതൊന്നും ആത്മീയതയല്ല. സാർട്ര എന്ന് പറയുന്ന ഫിലോസഫർ പറഞ്ഞു വെക്കുന്നുണ്ട്, മറ്റുള്ളവൻ നരകമാണെന്നും അസ്വസ്ഥതയാണെന്നും നിന്റെ ജീവിതത്തിന് തടസ്സമാണെന്നും തോന്നുന്ന സ്വാർത്ഥതയുടെ ലോകത്തിന്റെ ഞെരിപ്പോടുകളിൽ നിന്ന് നിന്റെ അടുത്ത് നിൽക്കുന്നവൻ നിന്റെ സഹോദരനാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നീ ആത്മീയതയിലേക്ക് നടക്കുന്നത്. 1930 മലബാറിലെ കണ്ണൂര് ഒരു വൈദികൻ ഇറ്റലിയിൽ നിന്നും തന്റെ പൗരോഹിത്യത്തിന് ശേഷം 5 വർഷക്കാലത്തിന് ശേഷം യാത്ര പുറപ്പെട്ടു ഈ കൊച്ചു കേരളത്തില് തന്റെ സേവനവുമായിട്ട്. ആ വൈദികന്റെ പേര്
ജോസഫ് ടഫ്രേലി എന്നാണ്. അച്ഛൻ തന്റെ ജീവിതം മുഴുവൻ 44 വർഷക്കാലം ഈ കണ്ണൂരുള്ള ചെറിയൊരു ഗ്രാമത്തില് ചെലവഴിച്ചു. ഒരുപാട് ഡിസ്പെൻസറികൾ കെട്ടിപ്പൊക്കി 1000-ലധികം വീടുകൾ അച്ഛൻ വെച്ചു. അങ്ങനെ ഒരു ചെറിയ തോൾ സഞ്ചിയുമായിട്ട് സൈക്കിളിൽ ചുറ്റി നടക്കുന്ന ഒരു ചെറിയ കണ്ണാടി വെച്ച ഈ വൈദികനെ കുറിച്ച് ഒരുപാട് മനുഷ്യർ ഓർത്തിരിക്കുന്നുണ്ട്. ഈ അച്ഛന് സ്വന്തമായി ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം വിറ്റ് അച്ഛൻ ഒരുപാട് നന്മകൾ ചെയ്തു. സഹോദരങ്ങളെ ചേർത്ത് നിർത്തി. അവരുടെ രോഗങ്ങളിൽ, വേദനകളിൽ, സഹനങ്ങളിലൊക്കെ അച്ഛൻ അവരോട് കൂടെ നിന്നു. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ അച്ഛന്റെ ശവസംസ്കാരം ആ നാട്ടിലെ ചെറിയ നാൽക്കവലയിലൂടെ ഒരു പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോകണമെന്ന് ആൾക്കാർ പറഞ്ഞു. അങ്ങനെ ആ അച്ഛന്റെ ശവശരീരവുമായിട്ട് ഒരു ചെറിയ, അന്ന് ഈ ചെറിയൊരു പെട്ടിവണ്ടിയാണുള്ളത്, ആ വണ്ടിയിൽ വെച്ചിട്ട് അച്ഛന്റെ ശവശരീരം പൂക്കളൊക്കെ അലങ്കരിച്ച് ഇങ്ങനെ ആ ചെറിയ നാൽക്കവലയുടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. മനുഷ്യർക്ക് കണ്ണീരോടെ ഈ അച്ഛന്റെ മൃതശരീരത്തിന് പൂക്കൾ വിതറാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴ് ഒരു കോളാമ്പിയിലൂടെ ആ ഒരു ഗീതം കൂടി ആളുകൾ വെച്ചു. ആ പാട്ട് എങ്ങനെയായിരുന്നു? നമ്മുടെ ദൈവം ഇതാ, നമ്മോട് കൂടെ ഇതാ, നമുക്കായി ഇതാ ഇറങ്ങി വന്ന ദൈവം, മനുഷ്യരോട് കൂടെ വസിക്കാൻ ഇതാ ഇറങ്ങി വന്ന ദൈവം. പ്രിയമുള്ളവരെ, ഓരോ വൈദികനും ദൈവങ്ങളാവാൻ വിളിക്കപ്പെട്ടവരാണ്. മനുഷ്യരുടെ മനസ്സില് ദൈവം ഇന്ന് ജീവിക്കുന്നത് ഓരോ വൈദികരിലൂടെയും ആയിരിക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. അത് വലിയൊരു വിളിയാണ്. സ്വന്തം കൂടെയുള്ള സഹോദരന് ചങ്കോട് ചേർത്ത് വെച്ച് അവന്റെ വേദനകളിലും സഹനങ്ങളിലും അവൻ മരണത്തിലേക്ക് കൂപ്പുകുത്തുമ്പോഴും അരികിൽ ചെന്നിരുന്ന് നിശബ്ദയോടെ ഒരു സജീവ സാന്നിധ്യമാക്കാൻ തീരാൻ ഒരു വൈദികന് സാധിക്കുമ്പോഴാണ് അവന്റെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. പ്രിയമുള്ളവരെ, എന്തായാലും നമ്മൾ ഇങ്ങനൊരു വൈദികനെയാണ് ആദരിക്കുന്ന ബഹുമാനത്തോടെ, ആദരവോടെ എനിക്ക് പറയാനായിട്ട് പറ്റും. ഞങ്ങളുടെ ഒരു അമല നഗർ എന്ന് പറയുന്ന ഒരു കൊച്ചു നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. അവിടെ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. മറ്റൊന്നും കൊണ്ടല്ല, വെള്ളം കയറുമ്പോൾ അവരെ വീട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റില്ല. മഴ നനഞ്ഞു കഴിയുമ്പോൾ ചെറിയ പാടത്തിനോടടുത്ത് കെട്ടിയിരിക്കുന്ന ഈ വീടുകളിലേക്കൊന്നും കയറാനായിട്ട് പറ്റില്ല. നമ്മൾ തന്നെ നിർമ്മിച്ചു കൊടുത്തതാണ് കുറെ നാളുകൾക്ക് മുമ്പ്. അപ്പൊ അതിനുള്ള സാമ്പത്തികവും നമുക്ക് സഹായിക്കാനുമില്ല. അങ്ങനെ അച്ഛൻ കഴിഞ്ഞ 3 വർഷത്തിന് മുൻപ് അവിടെ വന്നപ്പോ അച്ഛൻ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അതിന്റെ പിന്നാലെ നടന്ന പലരോടും യാചിച്ച് അച്ഛൻ 18 ലക്ഷം രൂപ മുടക്കി അവിടെ ഒരു ഖാനയൊക്കെ നിർമ്മിച്ച് മനോഹരമായിട്ടുള്ള ഒരു റോഡൊക്കെ, സിമെന്റ് കോൺക്രീറ്റ് കട്ടയൊക്കെ വിരിച്ച റോഡൊക്കെ അച്ഛൻ ചെയ്തു കൊടുത്ത് ഞാൻ ഇത്തരത്തിൽ സ്മരിക്കുകയാണ്. അപ്പൊ ചെറിയ പരി ഹൃദയത്തോട് ചേർത്ത് വെക്കപ്പോഴാണ് ഒരു പുരോഹിതൻ അവന്റെ ജീവിതം സ്വായത്തമായി തീരുന്നത്, അവന്റെ ജീവിതത്തിൽ ശ്രേഷ്ഠത ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ലൂയിസ് അച്ഛനിൽ നമുക്ക് ഒളിഞ്ഞും തെളിഞ്ഞും എപ്പോഴും കാണാനായിട്ട് പറ്റും. അച്ഛന്റെ എല്ലാ മാസത്തിലെയും ഒരു കുർബാന ജയിലിലുള്ള ജയിൽ പുള്ളികളോട് ചേർന്നാണ്. അവിടെ പലതും പറയുന്നത് കേൾക്കില്ലായിരിക്കാം, നമ്മൾ കുർബാന അർപ്പിക്കുന്നവർ ശ്രദ്ധിക്കില്ലായിരിക്കാം. പക്ഷേ അച്ഛൻ ചെല്ലും, അവിടെ കുർബാന അർപ്പിക്കും. വെറുതെ ഒരു ടേബിളൊക്കെ ഇട്ട് കുർബാന അർപ്പിച്ച് അച്ഛന്റെ പ്രത്യാശ നിർഭരമായ വാക്കുകള് അവരുടെ ഹൃദയങ്ങളിൽ വലിയ സ്വാതന്ത്ര്യമായിട്ട് മാറുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് ജീവിതം. നമ്മള് സഹോദരന് വേണ്ടിയിട്ട്, മറ്റുള്ള വേദന അനുഭവിക്കുന്നവന് വേണ്ടിയിട്ട് നമ്മൾ ത്യാഗമായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ അർത്ഥമുണ്ടായി തീരുന്നത്. പ്രിയമുള്ളവരെ, അവസാനമായിട്ട് അച്ഛന്റെ ഒരു ആത്മദർശനത്തെ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഓരോ പുരോഹിതനും ഒരു പക്ഷേ ഫോർമേഷൻ കാലഘട്ടത്തിലൊക്കെ അച്ഛനായി തീരുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. ദൈവവിളി എന്നുള്ളതൊരു ലക്ഷ്യമല്ല, ഒരു പുരോഹിതനായി തീരുന്ന ലക്ഷ്യമല്ല. ഇറ്റ്സ് എ കോൾ. ഇതൊരു വലിയ വിളിയാണ്. പുരോഹിതനായി തീരുന്നതോടുകൂടി തീർന്നാൽ പിന്നൊന്നും ചെയ്യാനില്ല, പിന്നെന്ത് പ്രവർത്തിക്കാനുള്ളത്? ഒരു കുർബാന ചെല്ലുന്നതോടുകൂടി അവസാനിക്കുന്ന പൗരോഹിത്യ ജീവിതമായിട്ട്
ചിലപ്പോഴൊക്കെ അവസാനിക്കാൻ സാധ്യത. പൗരോഹിത്യം ഒരു ലക്ഷ്യമല്ല. പൗരോഹിത്യം ഒരു യാത്രയാണ്, ഒരു വിളിയുടെ യാത്രയാണ്. അബ്രഹാം യാത്ര ചെയ്ത് കർത്താവിന്റെ വിളി കേട്ടപ്പോ, മോശ യാത്ര ചെയ്ത് കർത്താവിന്റെ വിളി കേട്ടപ്പോ, ശിഷ്യന്മാർ യാത്ര ചെയ്ത് കർത്താവിന്റെ വിളി കേട്ടപ്പോ, ഫ്രാൻസിസ് അസീസി യാത്ര ചെയ്ത് വിളി കേട്ടപ്പോ, ഇതൊരു യാത്രയാണ്. ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. ആ യാത്രയില് ഓരോ പുരോഹിതനും അനുദിനം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന യാത്രയാണ്. കർത്താവിന്റെ പറഞ്ഞു തീരാത്ത ഉപമയാണ് ഓരോ പുരോഹിതനും. ഇറ്റ്സ് എ പാരബിൾ. ഇതൊരു ഉപമയാണ്. കാരണം എന്താണ്? ഒരു പാരബിൾ എന്ന് പറയുമ്പോൾ അതിനൊരു ദൈവികമായിട്ടുള്ളൊരു നിയോഗമുണ്ട്. എന്താണ്? മനുഷ്യ മനസ്സുകളിലേക്ക് ദൈവത്തിന്റെ നിയോഗം കടത്തിവിടാൻ, ദൈവത്തിന്റെ ആഗ്രഹങ്ങളും ദൈവത്തിന്റെ ഇഷ്ടങ്ങളും പകർന്നു നൽകുന്നതാണ് ഒരു പാരബിൾ എന്ന് പറഞ്ഞ. അതുകൊണ്ട് ഇന്ന് ഈ 25 വർഷം ഇവിടെ ആഘോഷിക്കുന്നതോടുകൂടി തീർന്നു പോകുന്നില്ല. പൗരോഹിത്യ ജീവിതത്തിന്റെ അവസാനം അതിന് തുടക്കമാണ്. എന്താണ്? കർത്താവിന്റെ പറഞ്ഞു തീരാത്ത സുവിശേഷത്തിന്റെ ജീവിതം തുടരുന്നതിന്റെ ഒരു അനുസ്മരണം മാത്രമാണ് ഇവയാകുന്നത്. ഇതാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. പ്രിയമുള്ളവരെ, ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ ഒരു പുരോഹിതന് ചിന്തിക്കാനുണ്ടാകണം, ധ്യാനിക്കാനുണ്ടാകണം, ചെയ്യാനെന്തെങ്കിലും ഉണ്ടാകണം, ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം. ഇതാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുക. നമ്മള് പിന്നീട് നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുമ്പോ നമ്മുടെ ഉള്ളില് ഇതായിരിക്കണം, ഞാൻ എന്ത് ജീവിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ ഉയരേണ്ട ചോദ്യം. ഞാൻ കടന്നു വന്ന ഈ ജീവിത യാത്രയിൽ ഞാൻ വന്ന വഴികളെ ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ കടന്നുപോയ, ഞാൻ കേട്ട ജീവിതങ്ങളെ കുറച്ചുകൂടി കരുണാദ്രമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ ആയിരുന്ന ഇടങ്ങളെ കുറച്ചുകൂടി സുന്ദരമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? വൈക്കം മുഹമ്മദ് ബഷീർ 2 പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട്. അപ്പൊ ജയിലിൽ പോകാനായിട്ട് ഈ പോലീസുകാർ ഒന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോ ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനായിട്ട് പറയും. എന്നിട്ട് അദ്ദേഹം ഈ റോസിന്റെ കമ്പുകൾ മുറിച്ച് ഒരു കടലാസിൽ പൊതിഞ്ഞ് ഒരു കവറിലാക്കി കൊണ്ടുപോകും. എന്നിട്ട് ജയിലില് ഈ റോസ് ചെടികള് നട്ടുപിടിപ്പിക്കും. അദ്ദേഹം പറയും, തിരിച്ചു പോരുമ്പോ അവിടെ പൂക്കൾ വിരിഞ്ഞിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ നടന്നു പോകുന്ന വഴികളിലും സ്പർശിക്കുന്ന ഹൃദയങ്ങളിലുമൊക്കെ പൂക്കൾ വിരിക്കാനുള്ള വലിയ ആഹ്വാനമാണ് വീണ്ടും വീണ്ടും ഈ ജീവിതം നൽകുന്നത്. അത് അച്ഛനെ ഓരോ ദിവസവും രാവിലെ എണീറ്റ് നോക്കുമ്പോൾ പുതിയ പുതിയ പണികളിലേക്ക് അച്ഛൻ പോയിട്ടിരിക്കുക, ഒട്ടും വിശ്രമിക്കാതെ. പുതിയത് എന്റേതായിട്ടുള്ള എന്തെങ്കിലും ഇവിടെ ഉണ്ടാകണം. അങ്ങനെ ഏത് ആശ്രമത്തിൽ ചെന്നാൽ, അച്ഛൻ ഉണ്ടായിരുന്ന ഏത് ആശ്രമത്തിൽ ചെന്നാലും ഫാദർ ലൂയിസിൽ ഓർമ്മിപ്പിക്കപ്പെടും. ഇത് കടന്നു പോകുന്ന വഴികളെ സുന്ദരമാക്കുന്ന മനുഷ്യന്റെ ആത്മീയ ചൈതന്യമാണ്. പ്രൊവിൻഷ്യൽ അച്ഛൻ പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് ലൂയിസ് അച്ഛനെ കുറിച്ച്: അലസതയുടെ സ്വാർത്ഥതയെ മാറ്റി കഠിനാധ്വാനത്തിന്റെ വിശുദ്ധിയെ സ്വീകരിച്ച ആളാണ് അച്ഛൻ. അലസതയുടെ സ്വാർത്ഥതയെ മാറ്റി കഠിനാധ്വാനത്തിന്റെ വിശുദ്ധിയെ സ്വീകരിച്ച മനുഷ്യനാണ് അച്ഛൻ. പ്രിയമുള്ളവരെ, ഈ ജീവിതം നമുക്ക് മുമ്പിൽ വലിയ പാഠമാണ്, നമ്മുടെ വലിയ അനുഗ്രഹമാണ്. ഒരുപാട് മനുഷ്യർക്ക് ഈ ചെറിയ കൂവപ്പള്ളി ഇടവകയിൽ നിന്ന്, നേരത്തെ വേറെ ഇടവകയായിരുന്നു അല്ലെ, ഇടവകയിൽ നിന്നും ഈ അച്ഛൻ ഇറങ്ങി തിരിച്ചപ്പോ ഈ 5 സഹോദരങ്ങൾക്ക്, ഈ അമ്മയ്ക്ക് അഭിമാനിക്കാം. വലിയ ഒരു ഹൃദയമുള്ള മനുഷ്യനായി തീർത്തതിനെ ഓർത്ത് ദൈവത്തിന്റെ വലിയ അത്ഭുതമാണ്. അച്ഛൻ പറഞ്ഞ വാക്കുകളോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് ഇത്രമാത്രം: കാട്ടത്തിയെ നാട്ടത്തിയോട് ചേർത്ത് കെട്ടിയിട്ട് അതിന്റെ ജീവരസം നൽകി അച്ഛനെ വലിയവനാക്കി മാറ്റിയ ദൈവത്തിന് നന്ദി പറയാം. തുടർന്നും അച്ഛന്റെ ജീവിതത്തിൽ അനേകം ഹൃദയങ്ങളിലേക്ക് വലിയ അനുഭവമായി മാറാൻ, സ്വാന്തനമായി മാറാൻ അച്ഛന് സാധിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.